നിർദ്ദേശിച്ചതും സർക്കാർ ചട്ടത്തിൽ പറയുന്നതുമായ അടിസ്ഥാന വസ്തുതകളൊന്നും പരിശോധിക്കാതെ നിശ്ചയിച്ച ഭൂമിവില പരക്കെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. 1988 ഇത്തരത്തിൽ സർക്കാർ നിശ്ചയിച്ച കുറഞ്ഞ ഭൂമിവില അശാസ്ത്രീയമാണെന്ന് കണ്ട് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ചില മാനദണ്ഡങ്ങളും അന്ന് കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് 94-ലെ ഭൂമിയുടെ ന്യായവില ചട്ടം മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചെങ്കിലും ഇപ്പോൾ മാത്രമാണ് വില നിശ്ചയിക്കാൻ നടപടിയായത്. ഈ മാസം ആദ്യമിറങ്ങിയ ഓർഡിനൻസ് പ്രകാരം വില നിശ്ചയിച്ചതിലാകട്ടെ സർവത്ര അപാകതകളാണെന്ന് ആക്ഷേപമുയരുന്നു. ഇതിന് മികച്ച ഉദാഹരണമാണ് തിരുവനന്തപുരം ചാക്കയിൽ റോഡിന് ഇരുപുറവുമുള്ള ഭൂമികൾക്ക് തമ്മിൽ സെന്റിന് 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്നത്. അവർ സെന്റിന് 40,000 രൂപ വില നിശ്ചയിച്ചു. അതേസമയത്ത് റോഡിന് വല സൈഡിൽ മറുഭാഗത്ത് 2 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും വില ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ചാക്ക പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് നമ്മുടെ ഇവിടെ പുള്ളിമുടുക്കെന്ന് പറയുന്ന ബസ്സോ വണ്ടികളോ ഒന്നും പോകാത്ത ആട്ടോ മാത്രം പോകുന്ന റോഡ് മാത്രമുള്ള സ്ഥലത്ത് 1.5 ലക്ഷം രൂപ സെന്റിനും, അതേസമയത്ത് മെയിൻ റോഡിൽ തെക്ക് ഭാഗത്ത് 80,000 രൂപയും വിലയിട്ട് അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ വികസനം, വാണിജ്യ പ്രാധാന്യം, ഗതാഗതവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും, ഭൂമിയുടെ കിടപ്പ്, ഫലപുഷ്ടി, കൃഷി, വിളവ് തുടങ്ങി പലതും പരിഗണിച്ച് വേണം വില നിശ്ചയിക്കാൻ. പക്ഷേ തിരുവനന്തപുരം തമ്പുരാൻമുക്കിന് കുറെ ഉള്ളിലുള്ള ഈ പറമ്പിന്റെ കാര്യം നോക്കുക. ബസ് റൂട്ട് ജലാശയമിക്കുന്ന 2 കിലോമീറ്റർ അപ്പുറമാണ്. ഇവിടെ വഴി പോലും ഇല്ലാതെയാണ്. സൈക്കിൾ മാത്രമേ പോകാൻ വഴിയുള്ളൂ. അങ്ങനെ സ്ഥലം എഴുതി കൊടുക്കാൻ ഗവൺമെന്റ് 2 ലക്ഷം രൂപ പറയുന്നത്. 4 സെന്റ് അതിൽ 3 സെന്റ് സ്ഥലം ഗട്ടറും എഴുതി കൊടുക്കണം. വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ മകൾക്ക് ഇത് എഴുതി കൊടുക്കാൻ തന്നെ 32,000 രൂപ വേണം. സംസ്ഥാനത്ത് ഇത്തരത്തിൽ വിഷമത്തിലായവർ നിരവധിയാണ്. പുതിയ ഭൂമിവില സംസ്ഥാനത്തുടനീളം ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. മനോജ് പുതിയവിള, കൈരളി വാർത്ത, തിരുവനന്തപുരം.